സുകുമാരി മോളും ഇന്നു മുതൽ സ്വർഗത്തില. മരണം വരെ ഈ നരകത്തിൽ കിടന്ന് 2 പേര് ഒടുങ്ങിത്തീരും. ദേ ഗുഡ് ബൈ. ഇത് ചെയ്യേണ്ടി വരുമ്പോ എന്റെ മനസ്സ് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഇത് എന്റെ കയ്യിൽ, എന്റെ നെഞ്ചില് ഭദ്രമായിട്ടുണ്ടാവും. അത് മതി. ആ, എന്നാ നമുക്ക് പോയാലോ? വാ. വാ. എന്താ 2 പേരും ഇങ്ങനെ നോക്കുന്നത്? ഇതൊക്കെ ആണെങ്കി എവിടേക്കാണെന്നാണോ? അതെ, പുതിയ പുതിയ പല പരിഷ്കാരങ്ങൾ കാണുമ്പോ നോക്കണമല്ലോ. ആസ്വദിക്കുന്നത് നിങ്ങളാണെങ്കിലും അനുഭവിക്കുന്നത് ഞാനാണല്ലോ. ഓ, ഇനി ഞങ്ങളെ കൊണ്ട് അച്ഛൻ ഒരുപാട് അസ്വസ്ഥനാവണ്ട. ഞാനും മുത്തശ്ശിയും ഈ വഴിക്ക് വരാനേ പോകുന്നില്ല. അല്ല, എന്താടി മോളെ നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലാറ്റിന്റെ പേര്? കൗസ്തുഭം. കൗസ്തുഭം. അവിടുത്തെ 10ാം നിലയിലേ ഇവളുടെ പേരിൽ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. അതിന് എത്രയടി മോളെ? 1.5 കോടി. ഓ, 1.5 കോടി. അത്രയല്ലേ ഉള്ളൂ? അപ്പോഴേ ഞങ്ങള് 2 പേരും ഇന്നു മുതൽ അങ്ങോട്ട് താമസം മാറ്റുക. ഫ്ലാറ്റിന്റെ കാര്യങ്ങളൊന്ന് ഉറച്ചതിന് ശേഷം പറയാമെന്ന് കരുതിയിട്ട. ഓഫീസിൽ ചെന്നപ്പോഴേ കാര്യങ്ങളൊക്കെ അങ്ങ് റെഡിയായി. അപ്പ പിന്നെ എന്തിനാ ഈ നശിച്ച വീട്ടിൽ കിടക്കുന്നേ? എന്നാ അമ്മയ്ക്ക് ഇത് നശിച്ച വീടായത്? ആരുടെങ്കിലും കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിക്കുന്നവര് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ദേ, തട്ടിപ്പറിച്ചു വർത്തമാനമൊന്നും വേണ്ട. അവകാശമാ. അതിനുള്ള കാര്യങ്ങളും പകരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് എടുത്തത് ഇക്കാരണം കൊണ്ട് തന്നെയാ. നിങ്ങൾ 2 പേരുടെ സംസാരം കേട്ടിരിക്കുന്നത് മുത്തശ്ശിക്ക് അങ്ങ് മടുത്തു. ഏത് നേരം നോക്കിയാലും പ്രാരാബ്ദവും ഇരക്കലും, പിന്നെ കണിമംഗലത്തുകാരോടുള്ള അടിമത്തം. ഫ്ലാറ്റിൽ ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് കാണണമെങ്കിലേ ഇടയ്ക്ക് 2 പേരും ഒന്നങ്ങോട്ട് വന്നോ. പക്ഷേ അവിടെ വന്ന് കൂടിക്കളയാന്ന് വിചാരിക്കരുത്. 2ഉം തിരിച്ചിഞ്ഞു പോന്നോണം. ഞങ്ങളെ കാണാൻ ആരെങ്കിലും ഒക്കെ കേറി വരുമ്പോഴേ ഈ ദരിദ്ര കോലങ്ങൾ ആരും കാണണ്ട. ഓ വേണ്ടമ്മേ, ഞാനും യശോദയും ആ വഴിക്ക് വരുന്നില്ല.
അമ്മ പറഞ്ഞല്ലോ ദരിദ്ര കോലങ്ങളാണെന്ന്. പക്ഷേ നാട്ടിലിറങ്ങിയ എപ്പോഴും ഈ ദരിദ്ര കോലങ്ങൾക്ക് സമാധാനമായിട്ട് നടക്കാം. അതിനുള്ള നല്ല പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, നല്ല പേരും കെട്ടിപ്പിടിച്ചിരുന്നോ. മുത്തശ്ശി, നമുക്കിറങ്ങാം. ആ എടി മോളെ, ഈ വർത്തമാനം പറഞ്ഞ് ഇറങ്ങുന്നതിനിടയിലേ എന്തോ ഒന്ന് പറയുമായിരുന്നല്ലോ, അതെന്തായിരുന്നു? ഗുഡ് ബൈ. ആ ആ അത് തന്നെ. ആ, ദേ, 2 പേരോടും അതേ പറയാനുള്ളൂ. സുകുമാരി മോളും ഇന്നു മുതൽ സ്വർഗത്തിലാ. മരണം വരെ ഈ നരകത്തിൽ കിടന്ന് 2 പേരും ഒടുങ്ങിത്തീരും. ദേ, ഗുഡ് ബൈ. വാടി മോളെ. ഇതെന്തൊരു അഹങ്കാര ദേവേട്ടാ. അഹങ്കാരമല്ലേ യശോദേ, അറിവില്ലായ്മ. ശാപമൊന്നുമല്ല. എന്നാലും പറയുക, ഈ പോക്കാണ് അമ്മയും മോള് പോകുന്നതെങ്കിൽ ഇത് അധിക കാലത്തേക്ക് ഉണ്ടാവില്ല. പണ്ടും കുറെ പണം നശിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ കുറച്ച് കൂടുതലുണ്ടെന്ന് മാത്രം. ഇപ്പൊ യാത്ര പറഞ്ഞു പോയ അമ്മ ഇനി ഒരിക്കലും നമ്മുടെ മുമ്പിൽ തിരിച്ചു വന്നുകൂടാന്നില്ല. അതിനിടയാക്കല്ലെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവര് സുഖമായിട്ട് ജീവിക്കട്ടെ. ഇത്രയും കാലം കൂടെ ഉണ്ടായിട്ട് അമ്മ പോയപ്പോ വിഷമമില്ലേ ദേവേട്ടന്? അമ്മയാണ് ഇറങ്ങിപ്പോയതെങ്കിൽ വിഷമിക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ലല്ലോ. പണം കണ്ട് കണ്ണുകൾ മഞ്ഞളിച്ച ഏതോ ഒരാൾ, അഹങ്കാരത്തിന്റെ ആൾരൂപം. പോട്ടടോ, എന്നെങ്കിലും ഒരിക്കലും മനസ്സിലാവും ദാരിദ്ര്യത്തിന്റെയും അതിനിടയിലുള്ള സ്നേഹത്തിന്റെയൊക്കെ വില. എന്തുപറ്റി? കുറച്ചു നേരമായിട്ട് ഒരു വണ്ടി നമ്മുടെ പുറകെയുണ്ട്. സൂക്ഷിച്ചു നടന്നു. ആ, അവരുടെ വണ്ടി കേടായതോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഓർമ്മയുണ്ടോ തനിക്ക്? പണ്ടൊരിക്കൽ നമ്മുടെ റിസോർട്ടിൽ പോയപ്പോൾ പുറകെ വന്ന വണ്ടി നമ്മളെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. താനത് വിശ്വസിച്ചില്ല, തർക്കിച്ചു. അവസാനം തനിക്കത് ബോധ്യപ്പെട്ടില്ലേ? ആ, അത് ശരിയാ. പക്ഷേ ഈ തെരുവിൽ നിൽക്കുന്ന നമ്മളെ എന്തിനാ ആരെങ്കിലും ഫോളോ ചെയ്യുന്നത്? അതുകൊണ്ട് അവർക്ക് എന്താ നേട്ടം? അവരുടെ നേട്ടം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ.